ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബികോം 5ാം സെമസ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റിന്റെ എക്സാം ആണ് നാളെ. ആ എക്സാമിന്റെ മുഴുവൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോന്നിനും കീവേഡ്സ് പറഞ്ഞു തരാം. ആ കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ 2 മാർക്ക് സെക്ഷനും കവർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 10 എണ്ണമെങ്കിലും 15-ൽ 10 എണ്ണമെങ്കിലും ഷുവർ ആയിട്ടും നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ 15-ൽ 13ഓളം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ് ചോദിച്ചത്. അത്രയും ഞാൻ ഉറപ്പ് തരുന്നില്ല, ഒരു 10 എണ്ണമെങ്കിലും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഇവിടെ നിന്നൊരു 20 മാർക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നേടാൻ പറ്റുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. റോബർട്ട് അന്തോണി കൊടുത്തിട്ടുള്ള ആ പേര് ഓർത്ത് വെക്കുക. റോബർട്ട് അന്തോണി കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ഡെഫിനിഷനാണ്: മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിന് യൂസ്ഫുൾ ആവുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടിങ്ങിനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. റോബർട്ട് അന്തോണി, അക്കോർഡിംഗ് ടു റോബർട്ട് അന്തോണി, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെന്റ്. ഇനി ഈ ഡെഫിനിഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചോളൂ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് മീൻസ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡെഫിനിഷനാണ് ചോദിക്കുന്നതെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് അക്കൗണ്ടിങ് റിലേറ്റഡ് ടു മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത അക്കൗണ്ടിങ്ങിനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് റിലേറ്റഡ് ടു മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ഈസ് കോൾഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അടുത്തത്, വാട്ട് ഈസ് ഫിനാൻഷ്യൽ അനാലിസിസ്? ഫിനാൻഷ്യൽ അനാലിസിസ് സിംപ്ലി റെഫേഴ്സ് ടു അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസ് സിംപ്ലി റെഫേഴ്സ് ടു അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ്, വാട്ട് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? These are formal records of financial activities and position of a business. ഇനി ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മീൻസ് ഓൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ്. വാട്ട് ഈസ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ഡിറ്റർമൈൻ സിഗ്നിഫിക്കൻസ് ആൻഡ് മീനിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡാറ്റ. അടുത്തതാണ് ഇന്റേണൽ അനാലിസിസ്. ഇന്റേണൽ അനാലിസിസ് ആർ ദോസ് അനാലിസിസ് ഡൺ ബൈ ഇന്റേണൽ പാർട്ടീസ്. ഇന്റേണൽ പാർട്ടീസ് നടത്തുന്ന അനാലിസിസിനെയാണ് ഇന്റേണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഇന്റേണൽ അനാലിസിസ് നടത്തുന്നത് ഇന്റേണൽ പാർട്ടീസ് ആയിരിക്കും. അതൊരു ഡീറ്റെയിൽഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ആയിരിക്കും. വാട്ട് ഈസ് എക്സ്റ്റേണൽ അനാലിസിസ്? These are done by external parties. അത് നടപ്പിലാക്കുന്നത് ഒരു എക്സ്റ്റേണൽ പാർട്ടീസ് ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് എ ഡീറ്റെയിൽഡ് ഫിനാൻഷ്യൽ അനാലിസിസ്. അത് ഡീറ്റെയിൽഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ആയിരിക്കില്ല. Then what is long term analysis? These are those analysis for ascertaining long term profitability, solvency and stability of the firm. ലോങ് ടേം അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിന്റെ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റിയും സോൾവൻസിയും സ്റ്റെബിലിറ്റിയും അനലൈസ് ചെയ്യുന്നതിനെയാണ് ലോങ് ടേം അനാലിസിസ് എന്ന് പറയുന്നത്. എന്നാൽ ഷോർട്ട് ടേം അനാലിസിസ് നോക്കൂ. ദീസ് ആർ ദ അനാലിസിസ് ഫോർ അസർട്ടൈനിങ് ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ദ ഫേം. ഒരു ഫേമിന്റെ ഷോർട്ട് ടേം സോൾവൻസി അനലൈസ് ചെയ്യുന്നതിനെയാണ് ഷോർട്ട് ടേം അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൊറിസോണ്ടൽ അനാലിസിസ്. കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ ഓഫ് എ കമ്പനി ഓഫ് സെവറൽ ഇയേഴ്സ്. ഒരുപാട് വർഷത്തെ ഫിനാൻഷ്യൽ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിനെയാണ്, ഒരു കമ്പനിയുടെ ഒരുപാട് വർഷത്തെ ഫിനാൻഷ്യൽ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിനെ ഹൊറിസോണ്ടൽ അനാലിസിസ് എന്നും, എന്നാൽ ഒരു കമ്പനിയുടെ ഒരു അക്കൗണ്ടിംഗ് പീരീഡിലെ ഫിനാൻഷ്യൽ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിനെ വെർട്ടിക്കൽ അനാലിസിസ് എന്നും പറയുന്നു. അടുത്തതാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്.
It is a statement used to compare particular financial statement with prior period statement. കഴിഞ്ഞുപോയ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ താരതമ്യം ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. Then comparative balance sheet. It is a statement that shows financial position of an organization over different period. വ്യത്യസ്ത വർഷങ്ങളിലെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് that present the result of multiple account period in separate column. വ്യത്യസ്ത കോളത്തിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട് പീരീഡിലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നതിനെയാണ് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും. ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ കമ്പാരിസൺ നടത്തുന്നതിനെയാണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ റവന്യൂവും എക്സ്പെൻസും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ പർട്ടിക്കുലർ പീരീഡിലെ ഇൻകവും എക്സ്പെൻസും അല്ലെങ്കിൽ റവന്യൂവും എക്സ്പെൻസും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇന്റർ ഫേം കമ്പാരിസൺ. രണ്ട് സിമിലർ ബിസിനസ് കമ്പയർ ചെയ്യുന്നതിനെയാണ്, ആദ്യത്തെ ലൈൻ മാത്രം മതി, ഇറ്റ് മീൻസ് കമ്പാരിസൺ ഓഫ് 2 or more സിമിലർ ബിസിനസ് യൂണിറ്റ്. രണ്ടോ അതിലധികമോ ഒരേപോലെയുള്ള ബിസിനസ് യൂണിറ്റ് കമ്പയർ ചെയ്യുന്നതിനെയാണ് ഇന്റർ ഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. എന്നാൽ വ്യത്യസ്ത ബിസിനസ് യൂണിറ്റുകൾ കമ്പയർ ചെയ്യുന്നതിനെ ഇൻട്രാ ഫേം കമ്പാരിസൺ എന്ന് പറയുന്നു. റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ അരിത്മാറ്റിക് എക്സ്പ്രഷൻ ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് വൺ നമ്പർ ടു അനദർ. ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ നമ്പറുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അരിത്മാറ്റിക്കൽ എക്സ്പ്രഷനെയാണ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ റേഷ്യോ അനാലിസിസ്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അക്കൗണ്ടിംഗ് റേഷ്യോ. Ratio calculated on the basis of accounting information are called accounting ratio. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ്റെ സഹായത്തോടു കൂടെയാണ് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് അക്കൗണ്ടിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ ലിക്വിഡ് റേഷ്യോ. ഒരു ബിസിനസ്സിൻ്റെ കറണ്ട് ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള ഓക്കെ ആണോ എന്ന് കണ്ടുപിടിക്കുന്ന റേഷ്യോനെയാണ് ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട കീവേഡ് എന്താണ്? കറണ്ട് ഒബ്ലിഗേഷൻ. കറണ്ട് റേഷ്യോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കറണ്ട് അസെറ്റ്സ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസ്. കറണ്ട് അസെറ്റ്സും കറണ്ട് ലാബിലിറ്റീസും തമ്മിലുള്ള റേഷ്യോനെയാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തതാണ് ക്വിക്ക് റേഷ്യോ. ക്വിക്ക് അസെറ്റ്സും കറണ്ട് ലാബിലിറ്റീസും തമ്മിലുള്ള റേഷ്യോനെയാണ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തതാണ് വിൻഡോ ഡ്രസ്സിംഗ്. ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ഇംപ്രൂവിങ് കറണ്ട് റേഷ്യോ ത്രൂ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്. അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻ നടത്തി, കള്ളത്തരങ്ങൾ നടത്തി കറണ്ട് റേഷ്യോ ബെറ്റർ ആയിട്ട് കാണിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്ത് കാണിക്കുന്ന ആ ഒരു മാൽ പ്രാക്ടീസസിനെയാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ഇംപ്രൂവിങ് കറണ്ട് റേഷ്യോ ത്രൂ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻ നടത്തി കറണ്ട് റേഷ്യോ ഇംപ്രൂവ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോനെയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റേഷ്യോ വിച്ച് എക്സ്പ്രസ്സസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഇതിനെ സെക്യൂരിറ്റി റേഷ്യോ എന്നും ഇന്റേണൽ റേഷ്യോ എന്നും പറയുന്നുണ്ട്. അടുത്തതാണ് ടോട്ടൽ അസെറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ. It is a type of ratio which expresses the relationship between total asset and total liabilities of a business. ഒരു ബിസിനസ്സിലെ മൊത്തം ലാബിലിറ്റിയും മൊത്തം അസറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോനെയാണ് ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സോൾവൻസി റേഷ്യോ. ഇത് സോൾവൻസി റേഷ്യോ എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തതാണ് പ്രൊപ്പറൈറ്ററി റേഷ്യോ. It is a ratio which establishes the relationship between shareholders fund and total asset. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും
ടോട്ടൽ അസറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്ന റേഷ്യോനെയാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. ഈ റേഷ്യോ ഇക്വിറ്റി റേഷ്യോ എന്നും നെറ്റ് വർത്ത് റേഷ്യോ എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തതാണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ് ടു ലോങ് ടേം ഫണ്ട് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഫിക്സഡ് അസറ്റും ലോങ് ടേം ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോനെയാണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റേഷ്യോനെയാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ വിച്ച് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ചാർജും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോനെയാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. It is a ratio which measures the ability of a company to pay dividend or preference shares carrying a fixed rate of dividend. ഒരു കമ്പനിക്ക് ഡിവിഡൻഡ് പേയ്മെന്റ് നടത്താൻ എത്രത്തോളം എബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്ന റേഷ്യോനെയാണ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഓവറോൾ കവറേജ് റേഷ്യോ. ഇറ്റ് മെഷർ ദ എബിലിറ്റി ഓഫ് എ കമ്പനി ടു സർവീസ് ഓൾ ഫിക്സഡ് ഒബ്ലിഗേഷൻ ഔട്ട് ഓഫ് ഇറ്റ്സ് ഏർണിംഗ്സ്. ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൽ എത്രത്തോളം ഫിക്സഡ് ഒബ്ലിഗേഷൻ കാണിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന റേഷ്യോനെയാണ് ഓവറോൾ കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തതാണ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഷോസ് എഫക്റ്റീവ്ലി എ ഫേംസ് യൂസസ് ഇറ്റ്സ് അവൈലബിൾ റിസോഴ്സസ് ഓർ അസെറ്റ്സ്. ദീസ് റേഷ്യോസ് ആർ ഇൻഡിക്കേറ്റ് എഫിഷ്യൻസി ഇൻ അസറ്റ് മാനേജ്മെന്റ്. ഒരു കമ്പനിയുടെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന റേഷ്യോനെയാണ് ആക്ടിവിറ്റി റേഷ്യോ അഥവാ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റേഷ്യോ വിച്ച് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് ഇൻവെന്ററി. ആവറേജ് ഇൻവെന്ററി അല്ലെങ്കിൽ ആവറേജ് സ്റ്റോക്കും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോനെയാണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഈ റേഷ്യോ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അടുത്തതാണ് സ്റ്റോക്ക് വെലോസിറ്റി. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എക്സ്പ്രസ്ഡ് ഇൻ ടൈം. നമ്മൾ ടൈം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ 365 ദിവസം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ 12 മാസം ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്നു. ഇറ്റ് ക്യാൻ ബി ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സ് ഓർ മന്ത്. മാസത്തിലോ ദിവസത്തിലോ ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. സ്റ്റോക്ക് വെലോസിറ്റി സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ദെൻ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ വിച്ച് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ആവറേജ് ഡെപ്റ്റേഴ്സ്. ആവറേജ് ഡെപ്റ്റേഴ്സും നെറ്റ് ക്രെഡിറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോനെയാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ. ഈ റേഷ്യോ റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ആവറേജ് കളക്ഷൻ പീരീഡ്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സ് ഓർ മന്ത് ഇറ്റ് ഈസ് കോൾഡ് ആവറേജ് കളക്ഷൻ പീരീഡ് ഓർ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഡേയ്സിലോ മന്ത്സിലോ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇത് ഡെപ്റ്റേഴ്സ് വെലോസിറ്റി എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അടുത്തത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് ആൻഡ് ആവറേജ് ക്രെഡിറ്റേഴ്സ്. ആവറേജ് ക്രെഡിറ്റേഴ്സും നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോനെയാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഈ റേഷ്യോ പേബിൾ ടേൺ ഓവർ റേഷ്യോ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ആവറേജ് പേയ്മെന്റ് പീരീഡ്. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സ് ഓർ മന്ത്സ്. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ദിവസത്തിലോ മാസത്തിലോ ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ആവറേജ് പേയ്മെന്റ് പീരീഡ് എന്ന് പറയുന്നു. ഇത് ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റലും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. Next, fixed asset turnover ratio. It is a ratio which establishes the relationship between net sales and fixed assets. Net sales ഉം fixed assets ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോനെയാണ് ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഇറ്റ് റെഫേഴ്സ് ടു എബിലിറ്റി ഓഫ് എ ഫേംസ് ടു ഏൺ ഇൻകം. ഒരു ഫേമിന്റെ ഇൻകം ഏൺ ചെയ്യാനുള്ള എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോസിനെയാണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഒക്കെയാണ്.
ആദ്യത്തേതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജിലായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എക്സ്പ്രസ് ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ റേഷ്യോ ഗ്രോസ് മാർജിൻ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോനെയാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഓവറോൾ എഫിഷ്യൻസി ഇൻ ഓപ്പറേറ്റിംഗ് ദി ബിസിനസ്. ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഓവറോൾ എഫിഷ്യൻസിയാണ് ഈ ഒരു റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ വിച്ച് എക്സ്പ്ലെയിൻസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റേഷ്യോനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് ബൈ എ ബിസിനസ് ആൻഡ് ഇറ്റ്സ് നെറ്റ് സെയിൽസ്. നെറ്റ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോനെയാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് മെഷർ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. ഒരു ഫേമിൻ്റെ മൊത്തത്തിലുള്ള പ്രോഫിറ്റബിലിറ്റി അത് മെഷർ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ROI അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ROI മെഷർ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. ഒരു ബിസിനസ്സിൻ്റെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെഷർ ചെയ്യുന്നുണ്ട്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രോഫിറ്റും ROIയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഒരു റേഷ്യോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ആർ യൂസ്ഡ് ഫോർ ഇവാലുവേറ്റിംഗ് ഷെയർസ് ആൻഡ് സ്റ്റോക്ക് വിച്ച് ആർ ട്രേഡഡ് ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിൽ ട്രേഡിംഗ് നടക്കുന്ന സ്റ്റോക്കിൻ്റെയും ഷെയറിൻ്റെയും ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റേഷ്യോനെയാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ഇൻവെസ്റ്റേഴ്സ് റേഷ്യോ എന്നും സ്റ്റോക്ക് മാർക്കറ്റ് റേഷ്യോ എന്നും മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോ എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തതാണ് EPS അഥവാ ഏർണിംഗ്സ് പെർ ഷെയർ. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഈച്ച് ഇക്വിറ്റി ഷെയർസ്. ഓരോ ഇക്വിറ്റി ഷെയർസിനും എത്ര പ്രോഫിറ്റ്സ് അവൈലബിൾ ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റേഷ്യോനെയാണ് ഏർണിംഗ്സ് പെർ റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിംഗ് ദി പ്രോഫിറ്റ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ബൈ ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ്. എത്ര പ്രോഫിറ്റാണ് ഇക്വിറ്റി ഷെയർസിന് അവൈലബിൾ ആയതെന്നും അതുപോലെ തന്നെ എത്രയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്ത ഇക്വിറ്റി ഷെയർസ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് EPS കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് DPS അഥവാ ഡിവിഡൻഡ് പെർ ഷെയർ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്. നെക്സ്റ്റ്, PE റേഷ്യോ അതുപോലെ തന്നെ ഡൂപോണ്ട് ചാർട്ട്. ഡൂപോണ്ട് ചാർട്ട് ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ചാർട്ട് ഷോസ് ദി അനാലിസിസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ദാറ്റ് ബ്രേക്സ് ഡൗൺ ROI. പ്രോഫിറ്റബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാർട്ടിനെയാണ് ഡൂപോണ്ട് ചാർട്ട് എന്ന് പറയുന്നത്. ഫണ്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ ഒന്ന് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലാബിലിറ്റീസ്. ഫണ്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ ക്യാഷ് ഓർ മണി ആണ്. ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഷോയിങ് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, യൂസസ് ആൻഡ് സോഴ്സസ് ഓഫ് ഫണ്ട്, ക്യാഷ് ആൻഡ് equivalent, non-cash item, cash flow statement, cash flow from operating activity, cash flow from investing activity, cash flow from financing activity. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. ഓൾറെഡി വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഫാസ്റ്റ് ആക്കിയത്. നെക്സ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, CVP അനാലിസിസ്, കോൺട്രിബ്യൂഷൻ, ബ്രേക്ക് ഈവൺ പോയിന്റ്, ബ്രേക്ക് ഈവൺ അനാലിസിസ്, break even charge, angle of incidence, margin of safety, cash break even point, cost break even point, simple break even point, PV chart, make or buy decision, key factor, shutdown cost, profit planning എന്നിവ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് റെഫർ ചെയ്ത് പഠിക്കുക. താങ്ക് യു.